ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ദിവസമായല്ലോ വ്ളോഗൊന്നും ചെയ്യാത്ത. അതിനാൽ ഇന്നത്തെ വ്ളോഗ് ടീച്ചർ പട്ടമുണ്ടാക്കാൻ പറഞ്ഞിരുന്നു, അതാണ്. ആദ്യം A4 ഫയലിൽ നിന്ന് ഒരു A4 ഷീറ്റ് എടുക്കുക. ഫയൽ താഴെ വെക്കുക. അത് പിന്നെയും കൊണ്ട് പോയിക്കോളാം ഗായ്സ്. അതിനുശേഷം അത് സൈഡിലേക്കൊന്ന് മടക്കി വെക്കുക. നല്ലോണം മടക്കണം ഗൈസ്. പിന്നെ അതും കൂടി നല്ലോണം മടക്കണം. മടക്കിയതിന് ശേഷം കത്രിക എടുക്കൂ. നമ്മൾ മടക്കി കിട്ടിയിട്ടുള്ള ആ വരയിലൂടെ കത്രിക കൊണ്ട് വെട്ടുക. അതിനുശേഷം നമ്മൾക്ക് സമചതുരമാക്കുവാൻ പറ്റും. ഇങ്ങനെയാണ് സമചതുരമാക്കുക. സൈഡിലേക്ക് മടക്കുക ഗൈസ്. സൈഡിലേക്ക് മടക്കി അതേപടി മറ്റേ സൈഡിലേക്കും കൂടി മടക്കൂ. താഴേക്ക് മടക്കൂ. അതിനുശേഷം രണ്ടും ഒരേപോലെ മടക്കുക. ഇപ്പുറത്തെ ഭാഗത്തും കൂടി മടക്കുക, അല്ലെങ്കിൽ കുളമായി പോകും. അതിനുശേഷം പട്ടത്തിൻ്റെ നേരെയുള്ള ഷേപ്പ് കിട്ടി. നമ്മൾ അതിനുശേഷം ഈർക്കിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഓല കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോകും ഗൈസ്. നേരെ കട്ട് ചെയ്യണം. ഓല കട്ട് ചെയ്തതിന് ശേഷം കൃത്യമായി അളവെടുക്കുക. അളവൊട്ടും തെറ്റിപ്പോകാൻ പാടില്ല. അങ്ങനെ ഒടിച്ചൂടാ. എന്ന് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക എടുത്ത് കട്ട് ചെയ്യുക. രണ്ടും ഒരേപടി ഞാൻ അളവെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നേരത്തെ നമ്മൾ മടക്കി ഉണ്ടാക്കിയ വരയിലൂടെ പശ ഇടുക. അതേപോലെ നേരത്തെ കട്ട് ചെയ്തു വെച്ച ഈർക്കിളെടുത്ത് അതിന് മുകളിൽ വെക്കുക. അത് നേരെ വെക്കുക. നമ്മൾ അതേപോലെ നേരത്തെ അളവെടുത്ത സാധനവും കൂടി വെക്കുക. ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ഒന്ന് പശയെടുത്ത് അതിന് മുകളിലൂടെ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ ആക്കുക. അതിനുശേഷം പഴയതുപോലെ തന്നെ മറ്റേ ഈർക്കിളിൻ്റെ മേലിലൂടെ ആ ഈർക്കിൽ വെക്കൂ. എന്നിട്ട് ഒരു കളർ നമ്മൾക്ക് പുനരാരംഭിക്കാം. ആദ്യം അതിൻ്റെ വാൽ ആണ് അതിൻ്റെ വാലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. വാലിൻ്റെ അളവ് കൃത്യമായി നമ്മൾ എടുക്കുന്നു. വാല് നേരെ പശ തേച്ച് ഒട്ടിക്കാൻ ഒട്ടിക്കുന്നു. രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. രണ്ടാമത്തതിനും കൂടി പശ തേക്കുന്നു. രണ്ടാമത്തതും നേരത്തെ ഉണ്ടായതുപോലെ തന്നെ നേരത്തെ അതിൻ്റെ അളവെടുക്കുക. രണ്ടും ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കളർ കൊടുക്കുവാൻ പോകുന്നു. കളറ് നേരെ നല്ല കട്ടിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് കുളമായി പോകും. അതിനുശേഷം ഞാൻ ഒരു ഭാഗം കൊടുത്തു തീർത്തിരിക്കുന്നു ഗൈസ്. ഞാൻ രണ്ടാമത്തെ ഭാഗം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് പകുതി അത് നേരെ ഞാൻ നല്ല കട്ടിയിലാണ് കൊടുക്കുന്നത്.
നല്ല കട്ടി വേണം ഗൈസ്. ഒരു വെള്ള പോലും അതിൽ കാണുവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടായ ഭാഗം കൊടുത്തു തീർന്നു. അടുത്ത ഭാഗത്തിലേക്കാണ് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് മഞ്ഞ കളർ. കട്ടിയോടെ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കുളമായി പോകും. മഞ്ഞയും നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ഈ കളർ. അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു.